ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടർന്ന് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാ സേന തകർത്തു. ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ്, സാക്കിർ അഹമ്മദ് ഖനി എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇതോടെ ഭീകരവിരുദ്ധ നടപടികളുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 5ആയി. പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ. 13 രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അപലപിച്ചു. രാകേഷ് ചേരുന്നു. രാകേഷ്, ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി നയതന്ത്ര തലത്തിൽ ഒരു മേൽക്കൈ നേടുക, അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ നീക്കം. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ സൈനിക നടപടിയും മറ്റു നീക്കങ്ങളും. എന്താണ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നടപടികൾ? രാകേഷ്. തീർച്ചയായും, കാരണം നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇന്ത്യ. അതിൻ്റെ തുടർച്ചയായി വേണം രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചതിനെ കാണാൻ. കാരണം 13 രാഷ്ട്രതലവന്മാരുമായി മോദി സംസാരിച്ചു. ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയും ഏതാണ്ട് 30 രാജ്യങ്ങളുടെ അംബാസഡറുമായി സംസാരിച്ചു. ഇങ്ങനെ വിവിധ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ്. ഇതിനകത്ത് പ്രധാനമായും ഉള്ളത്, ഒന്ന്, പാകിസ്ഥാന് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൃത്യമായ പങ്കുണ്ട്. അതിന് തെളിവുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട് എന്ന തരത്തിൽ ഒരു പ്രതികരണമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ. അങ്ങനെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉറപ്പാക്കുകയാണ് ഇന്ത്യ. ഇതിന് പുറമെ മറ്റ് തലത്തിലുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. പ്രത്യേകിച്ച് 5 പ്രധാന തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിരുന്നു സിന്ധു നദീജലം കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നലെ വൈകിട്ട് വിശദമായ ചർച്ച നടന്നു. ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ വിദേശകാര്യമന്ത്രി പങ്കെടുത്തു. ഒപ്പം തന്നെ ജലശക്തി മന്ത്രി പങ്കെടുത്തു. ഈ ചർച്ചയിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞത് ഈ കരാർ സസ്പെൻഡ് ചെയ്തെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെ നടപ്പാക്കാം എന്ന കാര്യമാണ് ചർച്ച ചെയ്തത്. ഈ യോഗത്തിന് ശേഷം CR പാട്ടീൽ പ്രതികരിച്ചത് ഒരൊറ്റ തുള്ളി വെള്ളം പോലും പാകിസ്ഥാനെ കൊടുക്കില്ല എന്നാണ്. അതിനായി ഒരു ലോങ് ടേം പദ്ധതിയും ഒപ്പം തന്നെ ഷോർട്ട് ടേം പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സിന്ധു നദീജല കരാർ അടക്കം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനോട് ഉള്ള പ്രതികരണം, അപ്പോൾ ലോകരാജ്യങ്ങളുടെ അടക്കം പിന്തുണ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നേടേണ്ടതുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രതലവന്മാരുമായി മോദി സംസാരിക്കുന്നതും പിന്തുണ ഉറപ്പാക്കുന്നതും. മറ്റ് രാജ്യങ്ങളുമായി ഇപ്പോൾ അംബാസഡറുമാണ് സംസാരിച്ച് വരികയും ചെയ്യുന്നത്. ഏതായാലും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, കൃത്യമായ പങ്ക് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ വിവിധ രാജ്യ തലവന്മാരുമായുള്ള സംസാരത്തിൽ മോദി അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികളും സുരക്ഷാ സേനയും അധികൃതരും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം 3 വീടുകൾ ഇന്നലെ തകർത്തിരുന്നു. ഭീകരരുടെ 3 വീടുകൾ തകർത്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം 2 വീടുകൾ കൂടി തകർത്തിട്ടുണ്ട്. അതിലൊന്ന് ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദിൻ്റെയാണ്, മറ്റൊന്ന് സാക്കിർ അഹമ്മദ് ഖനിയുടേതാണ്. ഇതിൽ ഷാഹിദ് അഹമ്മദ് ലഷ്കർ കമാൻഡറാണ്. ഷോപ്പിയാനിലെ ചോട്ടിപ്പാറ സ്വദേശിയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 3-4 വർഷമായി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇയാൾ പങ്കെടുക്കുന്നുണ്ട്. മാത്രവുമല്ല, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് ഇയാൾ വഹിക്കുന്നു എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരാൾ സാക്കിർ അഹമ്മദ് ഖനിയാണ്. സാക്കിർ അഹമ്മദ് ഖനി കുൽഗാമിലെ മത്തൽഹാമ സ്വദേശിയാണ്. ഈ 22-ാം തീയതി നടന്ന ആക്രമണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് സുരക്ഷാ സേനയും അധികൃതരും അന്വേഷണ ഏജൻസികളൊക്കെ സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പേരുടെ വീടുകൾ കൂടി തകർത്തുകൊണ്ട് ഒരു ശക്തമായ സന്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇന്നലെ 3 പേരുടെ വീടുകളാണ് തകർത്തിരുന്നത്. അതിലൊന്ന് ലഷ്കർ കമാൻഡറായ ആദിൽ ഹുസൈൻ തോക്കർ, അതായത് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്, ഭീകരനാണ്. ഇയാളുടെ വീട് തകർത്തിരുന്നു. ഇതുകൂടാതെ ആസിഫ് ഷെയ്ഖ്, ട്രാളിലായിരുന്നു ഇയാളുടെ വീട്, ആസിഫ് ഷെയ്ഖിന്റെ വീടും തകർത്തിരുന്നു. ഇങ്ങനെ ശക്തമായ നടപടികളുമായി സുരക്ഷാ സേന മുന്നോട്ട് പോകുന്നു. ഒപ്പം കശ്മീരിന്റെ പല ഭാഗങ്ങളിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. സുരക്ഷാ സേന പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്, തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ 22-ാം തീയതിക്ക് ശേഷം കൂടുതൽ സേനാ വിന്യാസം അവിടെ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭീകരവിരുദ്ധ നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കാരണം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പരാജയപ്പെടുത്തിയിരുന്നു. അത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ പോലും
പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു വശത്ത് വലിയ രീതിയിൽ പ്രകോപനം തുടരുന്നുണ്ട്. അത് സൈനിക തലത്തിലായാലും തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്നായാലും ഈ പ്രകോപനം തുടരുന്നുണ്ട്. സൈനിക തലത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്ത് ഇന്നലെ രാത്രിയും ഉണ്ടായിട്ടുണ്ട്. കാരണം പല പോസ്റ്റുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന അറിയിച്ചിട്ടുള്ളത്. ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചു, ആർക്കും പരിക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് ഇന്നലെ മാത്രം സംഭവിച്ചതല്ല. 22-ാം തീയതി നടന്ന ആക്രമണത്തിന് ശേഷം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ തുടർച്ചയായി ലംഘിക്കുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായി തന്നെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ കടന്നു പോവുകയാണ്. കാരണം ഏതാണ്ട് 3200 കിലോമീറ്ററാണ് ഇന്ത്യ പാക് അതിർത്തി. അതിൽ തന്നെ LOC എന്ന് പറയുന്നത് 740 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 740 കിലോമീറ്റർ ദൂരത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിൽ ലംഘനം നടത്തിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് 2021 ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്തമായി പ്രസ്താവന ഇറക്കിയ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ്. തീർച്ചയായും അതിന് ഇന്ത്യയുടെ പ്രതികരണം എന്ത്, കേന്ദ്രത്തിന്റെ പ്രതികരണം എന്ത്, പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം എന്ത് എന്നൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കൂ. കാരണം ഈ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം പാക് സൈന്യം അത്തരത്തിൽ നീക്കം നടത്തുന്നു. കൂടാതെ BSFന്റെ ജവാൻ ഫിറോസ്പൂർ അതിർത്തിയിൽ അബദ്ധത്തിൽ അതിർത്തി മറികടന്നത് 3 ദിവസം മുമ്പാണ്. ഈ സംഭവത്തിന് ശേഷം പലതരത്തിലുള്ള ഫ്ലാഗ് മീറ്റുകളൊക്കെ നടത്തി. ഇന്നലെയും ഫ്ലാഗ് മീറ്റിംഗ് നടത്തി. പക്ഷേ വിട്ടു നൽകാൻ പാക് റേഞ്ചേഴ്സ് ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ പ്രതികരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു അറിയിപ്പും വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആ നിലയ്ക്കും പ്രകോപനം തുടരുകയാണ്. അപ്പോൾ ചർച്ചകൾ ഒരു വശത്ത് തുടരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇയാളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കേണ്ടതുണ്ട്. മറുവശത്ത് ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും നയതന്ത്ര തലത്തിലും അല്ലാതെയും നീക്കങ്ങൾ കുരുങ്ങിയാണ്. ഇതിനിടയിൽ നേവി ചില ചിത്രങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. നാവികസേന സുസജ്ജമായി കടലിൽ യുദ്ധക്കപ്പലുകളുമായി സജ്ജമായി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ കൂടി അല്പസമയം മുമ്പ് നേവി പുറത്തുവിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അതിശക്തമായി തന്നെ തുടരുകയാണ്. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. അതിസുപ്രധാനമായ ചില നീക്കങ്ങൾ ഉണ്ടാകും. 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ അദ്ദേഹം മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ പെഹൽഗാം സംഭവം അടക്കം ഒരുപക്ഷെ പ്രസ്താവന നടത്താനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും രാകേഷിലേക്ക് നമുക്ക് തിരികെ വരാം. ഇതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ അതിശക്തമായി തന്നെ തുടരുകയാണ്. പ്രകോപനപരമായ പ്രസ്താവനയുമായി ബിലാവൽ ഭൂട്ടോ, മുൻ വിദേശകാര്യമന്ത്രിയും കൂടിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സിന്ധു നദി പാകിസ്ഥാൻ്റേതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. വെള്ളം മുടക്കിയാൽ ഇന്ത്യക്ക് വൻ തിരിച്ചടി നൽകും, വെള്ളം തടഞ്ഞാൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കുമെന്നാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും ഒപ്പം ബേനസീർ ഭൂട്ടോയുടെ മകൻ കൂടിയായ ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. साथियों, हमने आपसे वादा किया था कि हम सिंधु को बचाएंगे। हमने कहा था कि हम निकले हैं सिंधु को बचाने के लिए, और इन खदशात से, इन खतरात से हमने तो बचा दिया है। ये आपकी कामयाबी है, ये सिंध का कामयाबी है, ये पाकिस्तान का कामयाबी है। मगर भारत ने पाकिस्तान पे इल्जाम लगाया है। भारत ने अपना कमजोरियां छुपाने के लिए, अपने अवाम को बेवकूफ बनाने के लिए मोदी ने पाकिस्तान को झूठे इल्जामात पाकिस्तान पे लगाए हैं कि ये इस दहशतगर्दी के वाकया के पीछे है, और इसकी वजह से इन्होंने ऐलान किया है कि ये इनका एकतरफा फैसला है कि जो इंडस वाटर ट्रीटी है, जो मुआहिदा हुआ पाकिस्तान और भारत के दरमियान, जिसके तहत भारत ये मान चुका कि सिंधु आपका है, सिंधु पाकिस्तान का है। मोदी ने और उनकी हुकूमत ने ऐलान किया कि अब वो ये मुआहिदा नहीं मानते। और मैं सखर में इसी सिंधु दरिया के साथ खड़े होके भारत को कहना चाहूंगा कि सिंधु हमारा है और
सिंधु हमारा रहेगा, या इस दरिया से हमारा पानी बहेगा या उनका खून बहेगा। ऐसे नहीं हो सकता। ഇതാണ് ബിലാവൽ ഭൂട്ടോയുടെ വാക്കുകൾ. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ ആയുധം കൊണ്ട് നൽകുന്ന തിരിച്ചടിയേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നയതന്ത്ര തലത്തിൽ, പ്രത്യേകിച്ച് സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞും മറ്റുമുള്ള ഇന്ത്യ നടത്താൻ പോകുന്ന നീക്കങ്ങൾ. ഇന്നലെ ആഭ്യന്തര മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഇന്ത്യ തീരുമാനമെടുക്കുകയും ചെയ്തു. സ്വാഭാവികമായും അത് വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രതിഷേധം മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു എന്ന് വേണം കരുതാം. ഇതിനിടയിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി പാക് ഉപപ്രധാനമന്ത്രിയും രംഗത്ത് വരികയാണ്. മുഹമ്മദ് ഇഷ്താഖ് ധാറാണ് ഇന്ത്യക്ക് തിരിച്ചടി നൽകും, ഇന്ത്യ കടുത്ത നീക്കങ്ങളുമായി പോയാൽ തിരിച്ചടി നൽകുമെന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെതുണ്ടാകുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കി.